കേന്ദ്ര സർക്കാർ കൊടുത്ത പദ്ധതികൾ ഉൾപ്പെടെ വലിയൊരു അനാസ്ഥയാണ് ഇത് നടപ്പാക്കുവാൻ വേണ്ടിയിട്ട് മേയറുടെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. മനസ്സിലാക്കി കളഞ്ഞല്ല. കമ്പികളെല്ലാം പുറത്തു നിൽക്കുകയാണ്. ഇത് മറിഞ്ഞു വീണാൽ അപ്പോഴേ പൊത്തു കയറും. മഴ വരുമ്പോ ഞാൻ തിരക്കിലാണ്, ഞാൻ മഴയത്ത് ഇറങ്ങി നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും അതിന് കാര്യമില്ല. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. മഴയ്ക്ക് മുമ്പായിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. മേയർ എന്ന് പറയുന്നത് പൂർണ്ണ പരാജയമായിരിക്കുന്നു. കൊച്ചിയിൽ മാത്രമല്ല, തിരുവനന്തപുരത്ത് പരാജയമല്ലേ? തിരുവനന്തപുരത്ത് ഒരു മേയർ ഉള്ളത് KSRTC ബസ് തടയാനാ പോകുന്നത്. ഇപ്പോഴും SFIക്കാരിയാണെന്നാണ് വിചാരം. അവർക്ക് ഇപ്പോഴും താൻ ഒരു മേയർ ആണെന്നോ താൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നതെന്നോ ഉള്ള തോന്നല ആ കുട്ടിക്ക് വന്നിട്ടില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണ് വിചാരം. അവിടെ ബസ് തടയാനും അതുപോലെ ഡ്രൈവറിനെ ചീത്ത വിളിക്കാനും പോവുകയാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. 1% പോലും തലസ്ഥാന നഗരസഭയുടെ മേയർ ആര്യ രാജേന്ദ്രൻ ഈ പദവിയിൽ തുടരാൻ യോഗ്യതയുള്ള ആളല്ല എന്ന് വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. ഈ മഴ വരുമെന്ന് അറിഞ്ഞിട്ടും ഒരു കാന, ഞാൻ ചോദിക്കുന്നത്, ചെറു കാനകൾ പോലും കോരാൻ എന്തുകൊണ്ടാണ് ഒരു നഗരസഭ മടിക്കുന്നത്? ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.